ബോളിലേക്ക് 25 ഗ്രാം ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 5 തൊലി കളഞ്ഞ ബദാമിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് ആദ്യത്തെ മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു തടി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ നമുക്ക് അവിടെ സെറ്റാകാൻ വേണ്ടി വെക്കാം. കയ്യിൽ ഇച്ചിരി ബട്ടർ തേച്ചിട്ട് നമുക്ക് ഓരോ ബോൾ പോലെ ഉണ്ടാക്കി ഒരു ടേബിൾ സ്പൂണിൻ്റെ മെഷറിംഗ് സ്പൂണിൽ വെച്ച് എല്ലാം ഒരേപോലുള്ള ബോൾ പോലെ ആക്കിയെടുക്കാം. 6 സെൻറ്റിമീറ്റർ വിടുത്തുള്ളൊരു തട്ടിൻ്റെ മുകളിൽ 2 ടീസ്പൂൺ ഓയിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ 7 ബോൾ വെച്ചിട്ട് അതിലേക്ക് ഓരോ ബദാം എടുത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. 34 സെൻറ്റിമീറ്റർ വിടുത്തുള്ളൊരു അലുമിനിയം ചെരുവം അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റ് നന്നായി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെള്ളമയം പോയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു റിങ് വെച്ച് അതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ തട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഗ്യാസ് ഏറ്റവും കുറച്ച് വെച്ച് മൂടി അതവിടെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂർ കുഴച്ച് വെച്ചു. പിന്നെ നമ്മൾ ബോൾ ആക്കിയപ്പോഴത്തേക്കും ഒരു 15 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. അപ്പം മൊത്തം 45 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഈ തട്ടെടുത്ത് അലുമിനിയം ചെരുവത്തിനകത്ത് കുക്കാകാൻ വേണ്ടി വെച്ചേക്കുന്നത്. 2 മണിക്കൂർ 12 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ ബിസ്ക്കറ്റ് എടുത്തതിൻ്റെ ബാക്ക് സൈഡിൽ ഇച്ചിരി ഡാർക്ക് കളർ ഒരു കത്തി വെച്ച് ഇച്ചിരി ഒന്ന് ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് കളറായിട്ട് അതാവും. അങ്ങനെ എല്ലാ ബിസ്ക്കറ്റിനെയും ബാക്ക് വശം നമുക്ക് കത്തി കൊണ്ട് ക്ലീൻ ചെയ്ത് പൊടി തട്ടിക്കളഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം.